ആ ത്യാഗം ഈ നോമ്പിൽ ഒരു കുഞ്ഞ് നേർച്ചപ്പെട്ടിയിൽ എന്ന പോലെ ഒരു കാണിക്കപ്പെട്ടിയിലിട്ട് പ്രിയളവരെ ഈ നോമ്പിനൊടുവിൽ ഞാൻ അങ്ങനെ ത്യാഗമായി സ്വരൂപിക്കുന്നത് പ്രിയളവരെ എൻ്റെ ചുറ്റുപാടുകളിൽ വേദനിക്കുന്നവരുടെ വേദന ഒപ്പാൻ തക്ക വിധം ഒരു കൈത്താങ്ങായി മറ്റുള്ളവരിലേക്ക് നീട്ടാൻ എനിക്ക് കഴിഞ്ഞാൽ, എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ദരിദ്ര കുടുംബത്തിലേക്ക് നീട്ടാൻ കഴിഞ്ഞാൽ, ചികിത്സിക്കാൻ വകയില്ലാതെ വേദനിക്കുന്ന ഒരുവന് ചികിത്സയുടെ ഒരു ചെറിയ കൈത്താങ്ങ് കൊടുക്കുന്നതായി മാറ്റാൻ കഴിഞ്ഞാൽ, പ്രിയളവരെ ഈ നോമ്പ് അതിൻ്റെ അർത്ഥം പുൽകുന്ന മനോഹരമായ അനുഭവം ഉണ്ടാകും. നമ്മുടെ നോമ്പ് അത് ദൈവത്തിന് ഏറെ സ്വർഗത്തിന് പ്രസാദകരമായ ഒന്നായിത്തീരും. ഇതുവഴി ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ലോകത്തിൽ അനേകർ അറിയുവാനും ആ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരും. അപ്പോഴാണ് പ്രിയളവരെ നോമ്പ് അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് ഉയർത്തപ്പെടുക. 40 ദിനരാത്രങ്ങളെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികളിലേക്ക് ഇറങ്ങിച്ചെന്നു. നമ്മളും നോമ്പ് നോക്കുന്നത് കേവലം ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ 50 നോമ്പ് അർത്ഥവത്തായി ആചരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും വചനത്തിലും നിറഞ്ഞ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദൈവികമായ ദൗത്യങ്ങളെ പൂർത്തിയാക്കുവാൻ ഒരുക്കപ്പെട്ടവരായി പാകപ്പെട്ടവരായി നമ്മൾ രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ്. ഈ 50 നോമ്പിന് ഒടുവിൽ നമ്മളും ഉത്തിതന്റെ സന്തോഷം, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുദിനം ജീവിച്ചുകൊണ്ടും ആ സ്നേഹത്തിൻ്റെ സാക്ഷികളായിക്കൊണ്ടും ജീവിതത്തിൽ കണ്ടെത്തുന്നവരാകുമ്പോഴാണ് നോമ്പ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. നോമ്പ് അർത്ഥവത്തായി തീരുക. അത് സ്വർഗത്തിനും ദൈവത്തിനും പ്രസാദകരമായി മാറുക. കർത്താവെ, ആ വലിയൊരു കൃപയിലേക്ക് ഈ 50 നോമ്പിലൂടെ കടന്നു വരുവാൻ കൃപ നൽകണമേ എന്ന് പ്രിയളവരെ നമുക്ക് പ്രത്യേകം ഈ ദിനം തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ടായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനയിൽ ദൈവമായ കർത്താവിലേക്ക് ഉയർത്താം. ഈ നോമ്പ് കാലത്ത് ദൈവിക ബോധ്യങ്ങളോടെ നല്ല തീരുമാനങ്ങളെടുത്ത് അത് നടപ്പിലാക്കുവാൻ തക്കവിധം ദൈവം നിന്റെ കൃപ കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട്, നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, പിശാച് പ്രലോഭന ചിന്തകളിലൂടെ ഞങ്ങളെ വേട്ടയാടുമ്പോൾ പാപത്തിലേക്ക്, തിന്മകളിലേക്ക് ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ, കർത്താവെ, വചനത്തിൻ്റെ മതിലുകൾ ഉയർത്തി അവൻ്റെ ആക്രമണങ്ങളെ ചെറുക്കുവാൻ, അവൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നോട് ചേർന്നിരിക്കുവാൻ നമ്മെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന കാലഘട്ടമാണ് ഈ 50 നോമ്പ്. അനുദിനം ഈശോടൊപ്പം ഇരുന്ന് പ്രാർത്ഥന നിരതരാകുവാൻ, നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈ നോമ്പിനെ അനുഗ്രഹമാക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മ കൃപയെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് ഇഷ്ടമായി തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.